വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ OP ബഹിഷ്കരിച്ച് പ്രതിഷേധിക്കുകയാണ്. കാഷ്വാലിറ്റി, ലേബർ റൂം, ICU ഉൾപ്പെടെ അടിയന്തര സേവനങ്ങളൊന്നും മുടങ്ങില്ല. ആരോഗ്യമന്ത്രിയുമായുള്ള ചർച്ച പരാജയപ്പെട്ടതോടെയാണ് OP ബഹിഷ്കരണത്തിലേക്ക് ഇവർ കടന്നത്. ഇല്ല, ഡോക്ടറില്ലാന്ന് PG ഡോക്ടർമാരെ നടത്തുന്നു. മെയിൻ ഡോക്ടർമാരും ഇല്ല. ബുദ്ധിമുട്ട് തന്നെ. ഇല്ല അത് ഞാൻ അറിഞ്ഞില്ല. കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ അവർ ഡേറ്റ് മാറ്റിയിട്ടേക്കുകയായിരുന്നു. ബുധനാഴ്ച വന്നപ്പോൾ വ്യാഴാഴ്ചയായി. വീണ്ടും അങ്ങനെ ഇന്ന് വന്നു. കോഴിക്കോട് നിന്ന് നിഖിൽ പ്രമേഷ് ചേരും, അതുപോലെ തിരുവനന്തപുരത്ത് നിന്ന് MG പ്രതീഷും തത്സമയം ചേരും. ആദ്യം MG പ്രതീഷിലേക്ക്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എന്താണ് അവസ്ഥയെന്നറിയാം. പ്രതീഷ് ഗുഡ് മോർണിംഗ്. നിഖിൽ ഗുഡ് മോർണിംഗ്. എന്താണ് പ്രതീഷ് തിരുവനന്തപുരത്ത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? പറയൂ. SKN ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ കുറെ നാളുകളായി KGMCTA ഡോക്ടർമാർ സമരത്തിലാണ്. ഈ ഓരോ ആഴ്ചകൾ തോറുമുള്ള പണിമുടക്കിലായിരുന്നു KGMCTA ഡോക്ടർമാർ ഉണ്ടായിരുന്നത്. മെഡിക്കൽ കോളേജുകളിലെ രോഗികളെ സാരമായി തന്നെ ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് ഈ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ ഈ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. OP പൂർണ്ണമായും ബഹിഷ്കരിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് ഡോക്ടർമാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ദൂരസ്ഥലങ്ങളിൽ നിന്നുൾപ്പെടെ എത്തുന്ന രോഗികളെയാണ് ഇത് പ്രധാനമായും സാരമായി ബാധിക്കുന്നത്. ഈ നേരത്തെ ഒക്ടോബർ 20-നും നവംബർ 5-നും ഇവർ പണിമുടക്ക് നടത്തിയിരുന്നു. ഇന്ന് നേരത്തെ ആരോഗ്യമന്ത്രിയുമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില ചർച്ചകൾ നടത്തിയെങ്കിലും ആ ചർച്ചകൾ പരാജയപ്പെട്ടതോടുകൂടിയാണ് ഇന്ന് പണിമുടക്കിലേക്ക് പോകാൻ KGMCTA തീരുമാനിച്ചിട്ടുള്ളത്. അത്യാഹിത വിഭാഗങ്ങളെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പണിമുടക്ക്, ഒരു പ്രതിഷേധമാണ് KGMCTയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ലേബർ റൂം, കാഷ്വാലിറ്റി, അടിയന്തര ശസ്ത്രക്രിയകൾ ഉൾപ്പെടെ ആ സേവനങ്ങൾ ഉണ്ടാകും. പക്ഷേ OP ബഹിഷ്കരണം പൂർണ്ണമായിരിക്കും. അതിനൊപ്പം തന്നെ ഈ PG ക്ലാസ്സുകളിൽ ടീച്ചർമാർ എത്തില്ല. അത്തരത്തിലുള്ള ഒരു പ്രതിഷേധമാണ് ഇവർ നടത്തുന്നത്. ഈ പ്രധാനമായും ഈ എൻട്രി കേഡർ തസ്തികയുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്, അത് പരിഹരിക്കണം. ഒപ്പം ഈ ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുള്ള കുടിശ്ശിക പൂർണ്ണമായും കൊടുത്തു തീർക്കണം. ഈ PSC നിയമനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തണം എന്നതാണ് KGMCTA പ്രധാനമായും മുന്നോട്ട് വച്ചിരിക്കുന്ന ആവശ്യങ്ങൾ. ഇത് അനുഭാവപൂർവ്വം പരിഗണിക്കണമെന്ന് അവർ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ അത് ആരോഗ്യമന്ത്രിയുമായി കഴിഞ്ഞ ആഴ്ച നടത്തിയ ചർച്ച പരാജയപ്പെട്ടു. അങ്ങനെയാണ് ഇന്ന് KGMCTA പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ദൂരസ്ഥലങ്ങളിൽ നിന്ന് എത്തുന്ന രോഗികളെയാണ് പ്രധാനമായും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഈ സമരം ബാധിച്ചിട്ടുള്ളത്. ഇവിടെ എത്തുമ്പോഴാണ് പലപ്പോഴും ഈ ഡോക്ടർമാർ ഇല്ല എന്നുള്ളൊരു വിവരം അറിയുന്നത്. PG ഡോക്ടർമാരെ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇതിന് ഈ കാര്യങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നത്. SKN. MG പ്രതീഷാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ഒരു അപകടത്തിന്റെ വാർത്ത വരുന്നുണ്ട്. MC റോഡിൽ ഒരു വാഹനാപകടം ഉണ്ടായി. മൂവാറ്റുപുഴ പേഴക്കപ്പള്ളിയിൽ ലോറി കടയിലേക്ക് ഇടിച്ചു കയറി. സെൻട്രൽ ജുമാ മസ്ജിദിന് സമീപമാണ് അപകടം ഉണ്ടായത്. നിരവധി പേർക്ക് പരിക്കേറ്റു. അതുപോലെ മറ്റൊരു അപകടത്തിന്റെ വാർത്ത കൂടി വരുന്നുണ്ട്. യുവാവിനെ വള്ളത്തിൽ നിന്നും കായലിലേക്ക് വീണ് കാണാതായി എന്ന വാർത്തയാണ്. തിരുവനന്തപുരം ആൾ സയൻസ് കോളേജിന്റെ അടുത്ത് താമസിക്കുന്ന സുനീറിനെയാണ് കാണാതായത്. 38 വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനാണ്. സുനീറും സഹോദരനും അടക്കം 4 പേരാണ് വെളുപ്പിന് രാവിലെ 5 മണിക്ക് മുരുക്കുമ്പുഴ ഭാഗത്തുനിന്ന് വള്ളത്തിൽ കഠിനംകുളം ഭാഗത്തേക്ക് പോയത്. സുനീറാണ് വള്ളം തുഴഞ്ഞിരുന്നത്. കഠിനംകുളം കായലിൻ്റെ മധ്യഭാഗത്തെത്തിയപ്പോൾ സുനീർ കായലിലേക്ക് വീണുപോയി. പോലീസും അഗ്നിശമന സേനയും ഇപ്പോൾ കായലിൽ തെരച്ചിൽ നടത്തുന്ന വാർത്തയുണ്ട്. ഇനിയിപ്പോൾ ഡോക്ടേഴ്സിൻ്റെ സമരത്തിൻ്റെ വിവരങ്ങൾ കോഴിക്കോട് എങ്ങനെയാണെന്നറിയാൻ നിഖിൽ പ്രമേഷിലേക്ക് പോകുന്നു. നിഖിൽ, വിശദാംശങ്ങൾ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എന്താണ് സംഭവം? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മലബാറിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ആളുകൾ ആശ്രയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആതുരാലയമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. നമുക്കറിയാം അവിടുത്തെ OP എന്നൊക്കെ പറയുന്നത് രാവിലെ നല്ല തിരക്കാണ്. വിവിധ ജില്ലകളിൽ നിന്ന് ആളുകൾ ഇവിടേക്ക് എത്താറുണ്ട്. എന്തായാലും ഈ OPയിലും ഇന്നിപ്പോൾ ബഹിഷ്കരണം തുടരുകയാണ്. ജൂനിയർ ഡോക്ടർമാരുടെ സേവനം മാത്രമാണ് നിലവിലത്തെ സാഹചര്യത്തിൽ ഇവിടെ ഉള്ളത്. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് രോഗികളെ സംബന്ധിച്ചിടത്തോളം അത് പ്രയാസവും ബുദ്ധിമുട്ടും തന്നെയാണ്. ശമ്പള പരിഷ്കരണവും തസ്തിക നിർണ്ണയം അടക്കമുള്ള വിഷയങ്ങളിൽ സർക്കാർ അനുകൂല നിലപാട് സ്വീകരിക്കാത്തതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ബഹിഷ്കരണം. അത് ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ജൂനിയർ ഡോക്ടർമാരുടെ സേവനം ഇവിടെ ലഭ്യമാണ്. പക്ഷേ അതേസമയം മുതിർന്ന ഡോക്ടർമാരില്ല. വിവിധ വിഷയങ്ങളിൽ നമുക്ക് മുതിർന്ന ഡോക്ടർമാരുടെ സേവനമാണ് ഏറ്റവും കൂടുതൽ ആവശ്യമാകേണ്ടത്, അനിവാര്യമാകേണ്ടത്. എന്തായാലും അവരില്ല എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. അതേസമയം ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം അവർ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ, ആവശ്യങ്ങൾ അത് ന്യായവുമാണ്. സ്വാഭാവികമായിട്ടും അത് ഈ രോഗികൾക്ക് ഒരു പ്രയാസം ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും അവർ ഈ നിലപാട് ഇതിപ്പോൾ 4ാം തവണയാണ് തുടർച്ചയായി ഇത്തരത്തിൽ OP ബഹിഷ്കരിച്ചുകൊണ്ടുള്ള ഒരു സമരത്തിലേക്ക് പോകുന്നത്. നമ്മളിവിടെ എത്തിച്ചേർന്നിട്ടുള്ള രോഗികളോട് ചോദിക്കാം. ഇപ്പൊ സീനിയർ ഡോക്ടർമാരില്ല ഈ ദിവസം, അത് എത്രത്തോളം രോഗികളെ ബാധിക്കും? താങ്കൾ എവിടുന്നാ വരുന്നത്? ഇന്ന് സീനിയർ ഡോക്ടർമാർ ആരും ഇവിടെ OPയിൽ ഉണ്ടാവില്ല, അറിഞ്ഞിരുന്നു? അത് സീനിയർ ഡോക്ടർമാർ ഒറ്റ കാണിച്ചോ താങ്കൾ? ഓക്കെ.
അപ്പൊ ഇങ്ങനെ പലരും അറിഞ്ഞിട്ടില്ല, സീനിയർ ഡോക്ടർമാരുടെ സേവനം ഇന്നില്ല എന്നുള്ള കാര്യം പോലും പലരും അറിഞ്ഞിട്ടില്ല. എന്തായാലും 4ാം തവണ തുടർച്ചയായി ഈ പ്രതിഷേധം നടത്തുമ്പോൾ ഡോക്ടർമാർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അല്ലെങ്കിൽ ഈ KGMCTയെ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിരന്തരം തങ്ങൾ ആരോഗ്യവകുപ്പ് മന്ത്രിയുമായി അടക്കം ഇക്കാര്യത്തിൽ ഒരു ചർച്ചയ്ക്കുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും ആ ചർച്ച ഫലം കാണുന്നില്ല. തങ്ങളുടെ ശമ്പള പരിഷ്കരണം അടക്കമുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ തസ്തിക നിർണയം അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തതയിലേക്ക് കാര്യങ്ങൾ വരുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രതിഷേധത്തിലേക്ക് പോകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഇവർ വിശദീകരിക്കുന്ന കാര്യം. എന്തായാലും OP ബഹിഷ്കരണം തുടരുകയാണ്. സ്കെയിൽ അല്പസമയത്തിനകം ഈ KGMCTയുടെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ പ്രകടനവും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.